ADGP RSS കൂടിക്കാഴ്ച തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമായെന്ന് സൂചന. BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന വരാഹി അനലിറ്റിക്സിന് വേണ്ടിയാണ് ADGP RSS നേതാക്കളെ കണ്ടതെന്നാണ് വിവരം. പൂരം അലങ്കോലമായപ്പോൾ വരാഹി കോർഡിനേറ്റർ അഭിജിത്ത് നായർക്കൊപ്പമാണ് സുരേഷ് ഗോപി പൂരപ്പറമ്പിലെത്തിയത്. സുരേഷ് ഗോപി ആംബുലൻസിലെത്തുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടർ ലഭിച്ചു. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങൾ നോക്കാം. VS രഞ്ജിത്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. VS രഞ്ജിത്ത്, പൂരപ്പറമ്പിലെ ഇടപെടൽ, അതും വരാഹി അനലിറ്റിക്സുമായുള്ള ബന്ധം എന്താണ്? സുജിയ, ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിട്ടുള്ള ആ ദൃശ്യങ്ങളിൽ സുരേഷ് ഗോപി ആംബുലൻസിൽ നിന്നിറങ്ങുമ്പോൾ സുരേഷ് ഗോപിയെ കൈപിടിച്ചിറക്കുന്നത് വരാഹി അനലിറ്റിക്സിന്റെ കോർഡിനേറ്ററായിട്ടുള്ള അഭിജിത്താണ്. ഈ അഭിജിത്താണ് പൂരപ്പറമ്പിലേക്ക് സുരേഷ് ഗോപിയെ എത്തിച്ചത് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ വരാഹി എന്ന് പറയുന്ന സ്ട്രാറ്റജിക്കൽ ഏജൻസി എന്ന് പറയുന്നത് BJPയുടെ കേരളത്തിലെയും രാജ്യത്തെയും തെരഞ്ഞെടുപ്പുകൾ നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക്കൽ ഏജൻസിയാണ്. ഈ ഏജൻസിയുടെ കോർഡിനേറ്റർ സുരേഷ് ഗോപിയെ കൃത്യസമയത്ത്, അതും സേവാഭാരതിയുടെ ആംബുലൻസിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഇതേ വരാഹി ഏജൻസിയുമായി അടുത്ത ബന്ധമുള്ള നേതാവാണ് RSSന്റെ വിശേഷ സമ്പർക്ക ചുമതലയുള്ള ജയകുമാർ എന്ന് പറയുന്ന നേതാവ്. ഈ RSS നേതാവാണ് ADGPയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. തൃശ്ശൂർ പൂരത്തിനോട് അടുത്ത സമയത്ത് BJP ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലൊക്കെ ജയകുമാർ തൃശ്ശൂരിലുണ്ടായിരുന്നു. ADGPയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ആ കൂടിക്കാഴ്ച ഈ വരാഹി എന്ന് പറയുന്ന ഏജൻസിക്ക് വേണ്ടിയാണോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയമായി ഉന്നയിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ അതിലേക്കുള്ള സൂചനയാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. ഏതായാലും പൂരപ്പറമ്പിൽ സുരേഷ് ഗോപി എത്തിയതും പൂരപ്പറമ്പിൽ പൂരം മുടങ്ങുമെന്ന ഘട്ടത്തിൽ സുരേഷ് ഗോപിയെ കൊണ്ട് ഇടപെടൽ നടത്തിച്ചതും വരാഹി എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് ഏജൻസിയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഏജൻസിക്ക് RSSുമായി അടുത്ത ബന്ധമുണ്ട്. ആ ഏജൻസിയുടെ കോർഡിനേറ്ററായിട്ടുള്ള അഭിജിത്ത് നായർ സുരേഷ് ഗോപിയെ പൂരപ്പറമ്പിലേക്ക് കൊണ്ടുവരുന്ന ഈ ആംബുലൻസിൽ കയറ്റി കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ വരാഹി ഏജൻസി അവിടെ നടത്തിയിട്ടുള്ള ഇടപെടൽ വളരെ വ്യക്തമാണ്. അങ്ങനെ വരാഹി ഏജൻസിക്ക് വേണ്ടി ഇത്തരം ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്തതിന് പിന്നിൽ ജയകുമാറും ADGPയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഉണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഏതായാലും BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്ന വരാഹി ഏജൻസിക്ക് ഈ പൂരപ്പറമ്പിൽ സുരേഷ് ഗോപി നടത്തിയ ഇടപെടലിൽ വളരെ വ്യക്തമായ ഇടപെടലുണ്ട്. ഈ വരാഹിയുടെ സ്ട്രാറ്റജി പ്രകാരം തന്നെയാണ് സുരേഷ് ഗോപി ആ സമയത്ത് കൃത്യമായി ആ പുലർച്ചെ ആ പൂരം മുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ അവിടേക്ക് എത്തിയത്. അപ്പോൾ സുരേഷ് ഗോപിയെ അവിടേക്ക് എത്തിച്ചത് വരാഹി ഏജൻസിയുടെ അഭിജിത്ത് നായരും വരാഹി ഏജൻസിയും ചേർന്നാണെങ്കിൽ ഇത്തരം ഒരു സാഹചര്യം സൃഷ്ടിച്ചതിന് പിന്നിലും വരാഹി ഏജൻസി ഉണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ വരാഹി ഏജൻസിക്ക് വേണ്ടി ആയിരിക്കുമോ ജയകുമാറും ADGP MR അജിത് കുമാറും കൂടിക്കാഴ്ച നടത്തിയത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഏതായാലും പൂരപ്പറമ്പിലേക്ക് സേവാഭാരതിയുടെ ആംബുലൻസിലാണ് സുരേഷ് ഗോപി എത്തുന്നത്. സുരേഷ് ഗോപിയെ എത്തിച്ചത് വരാഹി എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് ഏജൻസിയാണ്. ആ ഏജൻസിയുടെ കോർഡിനേറ്റർ അഭിജിത്ത് നായർ പൂരപ്പറമ്പിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ സുരേഷ് ഗോപിയും വ്യക്തമാക്കിയിരുന്നു എന്നെ ഒരു PA ആണ് വിളിച്ചുണർത്തിയതെന്ന്. ആ PA എന്ന് പറയുന്നതും ഈ അഭിജിത്ത് നായരാണ്. ഈ അഭിജിത്ത് നായർ സേവാഭാരതിയുടെ വാഹനത്തിൽ ആംബുലൻസിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയായി ഫിക്സ് ചെയ്തത് ഈ പൂരം മുടക്കുന്നതും പൂരം മുടക്കലിൽ ഒരു നായകനായി ഒരു നായക സ്ഥാനത്തേക്ക് സുരേഷ് ഗോപിയെ അവരോധിച്ചുകൊണ്ട് പൂരപ്പറമ്പിലേക്ക് കൃത്യമായി സുരേഷ് ഗോപിയെ എത്തിക്കുന്നതുമെല്ലാം ഈ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയുടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സുജയ, ഈ അഭിജിത്ത് നായർക്ക് RSSുമായും BJPയുമായുമുള്ള, അതായത് സംസ്ഥാന ഘടകവുമായുള്ള ബന്ധം എന്താണ്? തൃശ്ശൂരിൽ ഈ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയിൽ വരാഹി ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും തൃശ്ശൂരിൽ മാത്രമല്ല തിരുവനന്തപുരത്തുമെല്ലാം വാരാഹിയുടെ പങ്കുണ്ടായിരുന്നു. ഓരോ സ്ഥലത്തും ഓരോരുത്തർക്കാണ് ചുമതലയുണ്ടായിരുന്നത്. തൃശ്ശൂരിൽ ചുമതലയുണ്ടായിരുന്ന കോർഡിനേറ്ററാണ് അഭിജിത്ത് നായർ. ഈ അഭിജിത്ത് നായർ RSSുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. RSSന്റെ പ്രവർത്തകനാണ്. നേരത്തെ RSSന്റെ പ്രജ്ഞാപ്രവാഹമായിരുന്ന ജയനന്ദകുമാറുമായി അടുത്ത ബന്ധമുള്ള, ജയനന്ദകുമാറിൻ്റെ ഒരു PA പോലെ പ്രവർത്തിച്ചിരുന്ന ആളാണ് അഭിജിത്ത് നായർ.
സ്വാഭാവികമായിട്ടും ഈ അഭിജിത്ത് നായർ തന്നെയാണ് തൃശ്ശൂരിൽ ഈ തിരഞ്ഞെടുപ്പ് കോർഡിനേഷന് വേണ്ടി സുരേഷ് ഗോപിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട വരാഹിയുടെ കോർഡിനേറ്റർ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ അഭിജിത്ത് നായരും RSS തമ്മിലുള്ള ബന്ധം, ജയകുമാറും തമ്മിലുള്ള ബന്ധമെല്ലാം ഇവിടെ സംശയത്തിൻ്റെ നിഴലിൽ വരുന്ന കാര്യങ്ങളാണ്.